നിങ്ങളെ ഞാൻ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? 2-3 ദിവസം കാരണമായിരുന്നു. അല്ലെങ്കിൽ ഈ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന ടൈമില് പൊതുവെ പെണ്ണുങ്ങൾക്ക് ടെൻഷനും കേറുന്ന ടൈം. അപ്പൊ ഇപ്പൊ ലവറുണ്ട് ഇല്ലാന്ന് പറഞ്ഞാ ഉള്ള ആള് പിണങ്ങൂലേ? അപ്പോഴത്തേക്ക് ഇക്കാക്ക് ഇന്നെ തന്നെ കെട്ടണം, ബിരുദൻ കല്യാണം കഴിച്ചോളെ. ഇത് പബ്ലിക്കായിട്ട് നമ്മളെ പറ്റി ഒരാള് പറയുമ്പോ ആർക്കായാലും വിഷമമുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു Q&A വീഡിയോ ആണ് കേട്ടോ. Q&A ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഒരുവിധം കുറച്ച് ആൾക്കാരൊക്കെ കണ്ടു. എന്തെന്നറിയോ, ഞങ്ങൾ വേഗം അത്യാവശ്യം ക്വസ്റ്റ്യൻസുകളൊക്കെ വന്നപ്പോൾ പോസ്റ്റ് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദ്യങ്ങൾ ഒരുപാടാവുമ്പം ഒക്കത്തിനും കൂടി ആൻസർ ചെയ്യാൻ പറ്റൂല. മണിക്കൂർ നേരത്തെ വീഡിയോ അപ്പോൾ അത് കാരണം ഞങ്ങൾ അത്യാവശ്യം ക്വസ്റ്റ്യൻ ആയപ്പോൾ എല്ലാവർക്കും ഉള്ള ഉത്തരങ്ങൾ തരും വേണമല്ലോ. ചോദിച്ചിട്ട് വെറുതെ തരാതിരിക്കാനും പറ്റില്ലല്ലോ. ഒരുവിധ ആൾക്കാർക്കൊക്കെ ചോദിക്കാനുള്ള ചോദ്യം തന്നെ എത്ര കൂടുതൽ ആൾക്കാർ ചോദിച്ചാലും എല്ലാരും ചോദിച്ചിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കുന്നു ഷെഫ്കൂട്ടൻ്റെ ലവർ ഉണ്ടോ, ഷെഫ്കൂട്ടന്റെ കല്യാണം, അതിനുള്ള ഉത്തരം ഷെഫ് മോനുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഓന് വരട്ടെ. അപ്പോൾ ഓൻ വന്ന് ഓനോട് തന്നെ നമുക്ക് ചോദിക്കാം. ആദ്യം തന്നെ ചോദിക്കുന്നത് സക്കീർ ഖാന്റെ ജോബ് എന്താണെന്നാണ്. ഇക്കാന്റെ ജോബ് എന്താണെന്നുള്ളതുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഇക്ക ശരിക്കും ബാർബറാണ്, മുടി വെട്ടുന്ന ബാർബർ. ഗൾഫിലായിരുന്നു, നാട്ടിലാണ് ഇപ്പൊ 2-3 വർഷമായിട്ട് സെറ്റിലാണ്. സെലൂണ് മറ്റേ അനിയന്റെ ഷോപ്പിലാ പോയിരുന്നത്. ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് പോവാറില്ല. മറ്റേ ഓളിങ്ങനെ ഗർഭിണിയായപ്പോന്ന് മാത്രമല്ല, ഓൾക്ക് ഇങ്ങനെ ഒരു മറ്റേ ചെവി ബാലൻസിന്റെ ഒരു പ്രശ്നം വന്നു, തലയുറ്റല്. അത് വന്നപ്പോ മുതൽ ഒറ്റയ്ക്ക് ഇട്ട് പോവാറില്ല. അപ്പൊ അതൊരു 5-6 മാസത്തിനായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പൊ. ജോബ് ബാർബറാണ് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് ഉണ്ടാവട്ടെ, പേര് കണ്ടുവച്ചിട്ടുണ്ടോ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തന്നെ. അത് ഞങ്ങൾ ഷെഫ് കുട്ടനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് പേരിടാനുള്ളത് കേട്ടോ. അപ്പോൾ ഓനോട് പറഞ്ഞിട്ടാണ് ആ സമയത്ത് എന്നോട് ചോദിക്കും അപ്പം പേര് പറഞ്ഞിരുന്നത്. പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾ പേര് ഡിസ്കസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓന് പറയും അത് മതിയോ ഇത് മതിയോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. നമ്മൾ എത്ര ഭംഗിയുള്ള പേരിട്ടിട്ടും എത്ര ഭംഗിയില്ലാത്ത പേര് അങ്ങനെയൊന്നുമില്ല. ആ ഒരു ആളാണ് ആ പേരിനെ ഭംഗിയാക്കുന്നത്. എനിക്ക് അത്രേ ഉള്ളൂ കേട്ടോ പേരിനോടുള്ള കാര്യം. അല്ലാതെ പേര് ഭംഗിയായിട്ട് കാര്യമില്ല, ആ ആള് അതിനെ ഭംഗിയാക്കണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മമ്മൂട്ടി എന്നുള്ള പേര്. പ്രഗ്നൻസി കെയറിങ്ങിനെ കുറിച്ച് പറയാമോ? ഫുഡ്, ബോഡി കെയറിങ് അങ്ങനെയൊക്കെ. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. ഓരോരുത്തർ പറയും അത് കഴിക്കണം ഇത് കഴിക്കണം അങ്ങനെ കഴിക്കണം അങ്ങനെ ഓരോന്ന് കഴിക്കണം എന്ന് പറയും. കഴിക്കാൻ ഇഷ്ടമുള്ളത് കഴിക്കും. ഛർദിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റും. അങ്ങനെ കെയറിങ് ആയിട്ട് പറയാനൊന്നുമില്ല. പിന്നെ സ്കിൻ പ്രോബ്ലത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സ്കിന്നൊക്കെ ആകെ ഡള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾക്ക് ഓൺലൈനായിട്ട് തന്നെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റിനെ കാണാനുള്ളതുണ്ടല്ലോ. അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ട് വരും കേട്ടോ. ഇതാണ് കേട്ടോ ക്യൂർ സ്കിന്നിൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ. നമ്മൾ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും അല്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഇല്ലാത്തൊരു ചുരുക്കമായിരിക്കില്ലേ. പക്ഷേ സ്കിൻ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകലൊക്കെ ചുരുക്കമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ പോലെ അല്ലല്ലോ. പിന്നെ അവിടെ പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം, നല്ല ഡോക്ടറെ കണ്ടുപിടിക്കണം, അതിന് നല്ല പൈസക്കും ചിലവല്ലേ. പക്ഷേ ക്യൂർ സ്കിന്നിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂർ സ്കിൻ ഒരു ആപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണ് എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട് ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചോദിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയാം. പിന്നെ നമ്മളുടെ ഫോട്ടോ, നമ്മളുടെ ഈ ഒരു ഭാഗം അങ്ങനെ ഫോട്ടോസുകൾ അയക്കാൻ പറയും. അപ്പോൾ നമ്മൾ അതൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് വിലയിരുത്തിയിട്ട് അവർ പറയും നമുക്ക് എന്താണ് പ്രോബ്ലം, എന്താണ് സ്കിന്നിൻ്റെ പ്രശ്നം എന്നുള്ളതൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റമൈസ്ഡ് കിറ്റ് തയ്യാറാക്കി ഇതുപോലെ അയച്ചു തരും. റിയൽ ആയിട്ടുള്ള ഒരു ഡോക്ടറായിട്ടാണ് കേട്ടോ നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് പോയി ഡോക്ടറെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോക്ടറെ കാണാം. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് ക്യൂർ സ്കിന്നിൻ്റെ ഈ ഒരു പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ഒരു കിറ്റിൽ ഇതൊക്കെയാണ് കേട്ടോ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരുടെ അസുഖത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അയക്കുണ്ടാവും കേട്ടോ. എനിക്കിതാ ക്യൂർ സ്കിന്നിൻ്റെ ഒരു ഫേസ് വാഷ് അയച്ചിട്ടുണ്ട്. അതുപോലെ ക്യൂർ സ്കിന്നിൻ്റെ സെറാമൈഡ് കെയർ ക്രീം അയച്ചിട്ടുണ്ട്. അതുപോലെ ക്യൂർ സ്കിന്നിൻ്റെ സെറം അയച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ക്യൂർ സ്കിന്നിൻ്റെ മൾട്ടി ആക്റ്റീവ് കറക്റ്ററാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി റൊട്ടീനിൽ എന്തൊക്കെ പാലിക്കണം അങ്ങനെയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചാറ്റിങ്ങിലൂടെ അവർ തരുന്നുണ്ട് കേട്ടോ. ധാരാളം വെള്ളം കുടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ട് ഇങ്ങനെ ഒരുമാതിരി ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാനിന്ന് ക്യൂർ സ്കിന്നിൽ ഡോക്ടർ ഉണ്ടല്ലോ ചോദിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്തത് ഈ ഫേസ് വാഷ് വെച്ചിട്ട് രാവിലെയും രാത്രി നന്നായി മുഖം കഴുകണം. അപ്പോൾ രാവിലെ ഇത് വെച്ച് മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സെറാമൈഡ് കെയർ ക്രീം ഒന്ന് കുറച്ച്
പുരട്ടി അപ്ലൈ ചെയ്ത് വെക്കും കേട്ടോ. അതുപോലെ വീണ്ടും നമ്മൾ രാത്രി ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് മുഖം കഴുകിയിട്ട് ഈ ഒരു കറക്റ്റർ കുറച്ചെടുത്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിറം അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കുക കേട്ടോ. ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരാഴ്ച ആയപ്പോൾ തന്നെ മുഖം ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ നല്ല നല്ല ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു പേടിയില്ലാതെ തേക്കും ചെയ്യാം. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ സ്കിൻ ഡോക്ടറെ കാണാനുള്ള ഓപ്ഷനാണ് ക്യൂർ സ്കിൻ കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇത് നല്ല അഫോർഡബിൾ ആയ പ്രൈസിലാണ് നമുക്ക് ഈ ഒരു കിറ്റ് അവർ തരുന്നത്. അതുപോലെ ഷാസ് 250 എന്നുള്ള ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപ ഓഫറോട് കൂടിയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ സ്കിന്നിൽ പിഗ്മെൻറ്റേഷനും അതുപോലെ ഡൾ സ്കിൻ ആയവരും കറുത്ത പുള്ളിയുള്ളവരും എന്തൊക്കെ പ്രോബ്ലംസ് ഉള്ളവരും ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് വേഗം ഡൗൺലോഡ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ബേബി ഏതാണെന്ന് സബ്സ്ക്രൈബേഴ്സിനോട് മറച്ചു വെക്കുമോ? ചില ചാനലുകളൊക്കെ അങ്ങനെ പറയാറുണ്ട്. അത് മാത്രങ്ങൾ പറയുന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കണൊരു മറ്റേ കമന്റാണ് അത് ചോദിക്കാറുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടിനെ കാണിച്ചു തരൂലേ എന്നൊക്കെ ചോദ്യങ്ങൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഉണ്ടാവൂലേ, നമ്മൾ പ്രസവിച്ചേക്ക് നമുക്ക് നമ്മളെ കുട്ടീനെ കാണാൻ പറ്റും, ഇത് എന്ത് കുട്ടിയെന്ന് അറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും അറിയാനും പറ്റൂല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ അതെന്തായാലും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ കാണുന്ന അതേമാതിരി നിങ്ങൾക്കും കുട്ടിനാണ് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. പിന്നെ ഡെലിവറി ഡേറ്റ് എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെലിവറി ഡേറ്റ് ഫെബ്രുവരി 11. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ ഒരു സമയത്ത് ഷെഫ്കുട്ടൻ്റെ കല്യാണം കഴിയും, മോനക്കൊരു കുട്ടി ഉണ്ടാവും, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെയായിരിക്കും ഞങ്ങൾ ലൈഫിൽ ഇനി ഒരു മാറ്റം വരിക എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ലൈഫിൽ ഇങ്ങനെയാണ് മാറ്റം വന്നതില്ലേ. മാറ്റങ്ങൾ വന്നത് അത് തികച്ചും അപ്രതീക്ഷിതം. അത് പടച്ചോന് ഓരോ ടൈം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, ആ സമയത്തിന് നമുക്ക് തന്നതാണ്. കമന്റിൽ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. താത്താക്ക് പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ലാതിരുന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു ലക്ഷണം എന്ന്. അത് വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു അതിശയം തന്നെയാണ് കേട്ടോ. കാരണം ഞാനും ആലോചിക്കാറുണ്ട്. കാരണം പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ല എന്നാലും, പക്ഷെ അന്ന് എന്തുണ്ടായെന്ന് വെച്ചാൽ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എപ്പോഴും ഇക്കൻ്റെ അടുത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്ന് ഇക്കൻ്റെ അടുത്ത് വന്ന് എന്തോ അങ്ങനെ അടുത്തിങ്ങനെ വന്നത്. അപ്പോൾ എന്തോ ഒരു വെറുപ്പ് തോന്നിട്ടോ എനിക്ക്. ഒരു അങ്ങനെ തോന്നാറേ ഇല്ല, പക്ഷെ എന്തോ ഒരു വെറുപ്പ് പോലത്തെ ഒരു സംഭവം. ഞാനത് കണ്ട് പറയുമ്പോൾ അത് എന്നും ഉണ്ടാവുക അങ്ങനെയാണ്. അത് ആ ഒരു സമയത്ത് എനിക്ക് ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തോന്നിപ്പിച്ചതായിരിക്കും. അപ്പോൾ മഗ്‌രിബ് സ്കെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതന്നെ വരെ എന്താ അപ്പം അങ്ങനെ തോന്നാൻ കാരണം. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നി, ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും എന്ന് പറയണേക്ക് അതാണോ. അപ്പോൾ വെറുതെ കുറച്ച് പീരീഡ്സിന് കുറച്ച് വൈകി കഴിഞ്ഞാൽ, അതായത് ഒരു 2 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യും. അതൊരു ഹോബിയാണ്. നെഗറ്റീവാണ് ഉണ്ടാവാറ്. ഞാൻ തന്നെ എനിക്ക് പീരീഡ്സ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇത് എപ്പോഴും മേടിച്ച് ടെസ്റ്റ് ചെയ്യലുണ്ട്. പക്ഷേ ഇത് മേടിച്ച് ടെസ്റ്റ് ചെയ്യാൻ കാരണം എനിക്ക് ഇങ്ങനെ തോന്നി. അതായിരുന്നു കേട്ടോ. പിന്നെ ഛർദിയോ കാര്യമോ ഒന്നുമില്ല. ക്ഷീണം നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താ വെച്ചാൽ അന്ന് മഴക്കാലം, നല്ല മഴയുടെ സമയമാണ്. അപ്പം നമുക്ക് ക്ഷീണമാണോ ഇത് എനിക്ക് മടിയാണോ എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. നീക്കാനേ തോന്നില്ല. വീഡിയോ എടുക്കാനോ അടുക്കളയിൽ കയറാനോ ഒന്നിനും തോന്നിയിരുന്നില്ല കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അത് എനിക്ക് മടി പിടിച്ചിരിക്കുകയാണ് ഈ മഴയും തണുപ്പൊക്കെ ആയിട്ട് എന്നാണ് കരുതിയത് അല്ലേ. ബുബുക്കുട്ടനുണ്ട് കേട്ടോ ഞങ്ങളെ പിന്നിൽ. ഞങ്ങൾക്ക് തുണക്കിയിരിക്കാം. ഷെഫുമ്മൻ്റെ മാരേജ് എന്നാണ്? ഡ്രസ്സ് അടിപൊളി. ഇക്കാക്ക് എത്ര വയസ്സായി? എനിക്ക് 41 വയസ്സ്, ഇക്കാക്ക് 46. എനിക്ക് 42 വയസ്സ്. ഷെഫുമോൻ എന്താ ജോലി? എനിക്ക് ജോലിയല്ല, അവൻ പഠിക്കുകയാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ലോജിസ്റ്റിക്കിന് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. താത്താക്ക് ഒരു വരം കിട്ടിയാൽ എന്താണ് ആവശ്യപ്പെടുക? താത്താക്ക് അത്രയും ആഗ്രഹമുള്ള സാധനം എന്താണ്? വരം കിട്ടിയാൽ എന്നുള്ളത് ഞാൻ ആ ചോദ്യം ഇങ്ങനെ കണ്ടിങ്ങനെ ആലോചിച്ചു. വരം കിട്ടുന്ന കാര്യം നമ്മൾ പറയാറുണ്ട്. ഞാൻ പറയാണ്ടിരിക്കാക്ക് ഓർമ്മയുണ്ടോ? അടുത്ത ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ എല്ലാ ജന്മത്തിലും ഉണ്ടെങ്കിൽ ഇക്കാലത്ത് തന്നെ കിട്ടണം. അതുണ്ട്, അതല്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയലുണ്ട്. ഈ ബുബുക്കുട്ടനക്ക് സംസാരിക്കാനൊക്കെ പറ്റിയെങ്കിൽ ഞാൻ പറയലുണ്ട്. കാരണം ബാക്കിയൊക്കെ നമുക്ക് പൈസ കൊടുത്താലും ഒക്കെ കിട്ടും. പക്ഷെ എനിക്കിങ്ങനെ തോന്നുകയെ വരം പോലത്തെ സാധനമൊക്കെ നമ്മൾ പണ്ടൊക്കെ കഥയെല്ലാം അങ്ങനെയല്ലേ, വരം കിട്ടിയാലല്ലോ അങ്ങനത്തെ ഒക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സംസാരിക്കണം, എനിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് പറയാൻ പറ്റണം. എനിക്ക് അത് ഭയങ്കര ഞാൻ പറയാം. ഇടക്ക് കൈ ബൂബുവിന് ചെവിയും വാലൊക്കെ കാണുമ്പോൾ എന്തിനാ അവനക്ക് ഇങ്ങനത്തെ ചെവിയും വാലൊക്കെ, നമ്മളെ പോലെ ആയിക്കൂടെ അങ്ങനെ തോന്നും.
ചില നേരത്തെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിട്ടോ, എനിക്ക് ചെവിയും വാലൊന്നും വേണ്ട. ആ ചെവിയും വാലും ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ബൂബു ആയത്, ചിന്തിച്ചാൽ മതി. പക്ഷെ അങ്ങനെ അപ്പോൾ ഒരു വരം പോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ ബുബുക്കുട്ടനക്ക് ഒരു നമ്മളെപ്പോലെ കാര്യങ്ങൾ പറയാൻ അറിയണേ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. ആദ്യത്തെ പ്രഗ്നൻസി ടൈമാണോ രണ്ടാമത്തെ ആണോ താത്താക്ക് നല്ലതായി തോന്നിയത്? ഈ സമയത്ത് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോന്ന്? അതിപ്പോൾ എത്ര ആയാലും രണ്ടാമത്തെ തന്നെ. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കല്യാണം കഴിയും, നമ്മൾ പ്രഗ്നന്റ് ആവും, കുട്ടികളുണ്ടാവും, അതൊക്കെ ഒരു സ്ഥിരം. ചെറിയ പ്രായത്തിൽ അത് ഒരു ഒഴുക്കിനകത്ത് ആസ്വദിക്കാൻ ഇതിനൊന്നും ടൈം നമുക്ക് അറിയില്ലല്ലോ. അതിപ്പോൾ ആസ്വദിക്കേണ്ട കാര്യമാണോ എന്ന് പോലും അറിയില്ല. അതൊക്കെ ഒഴുക്കിനൊത്ത് പോകും. പക്ഷെ ഇതെല്ലാതും കഴിഞ്ഞ് ഇത് മാത്രമാണ് ഞങ്ങളൊരു നോക്കി കാണുന്ന സാധനം അല്ലേ. ആസ്വദിച്ച് അതിൻ്റെ എല്ലാതും ആസ്വദിക്കണ ഒരു, ഇപ്പം നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതുപോലെ ഇതൊക്കെ പങ്കുവെക്കാൻ നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ട്. ഒക്കെ ഇതിൻ്റെ എല്ലാതും കൊണ്ടും ഇതൊരു സ്പെഷ്യലാണ്. രണ്ടാമത്തത് നിങ്ങളെ വീഡിയോസ് നല്ല ഇഷ്ടമാണ്. എനിക്കൊരു ഹായ് തരും. ഹായ് ഫാത്തിമ സുമി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ പോസിറ്റീവായ ഹാപ്പിനെസ് ആണ് എനിക്കിഷ്ടം. ഏത് കാര്യവും നല്ല ഹാപ്പിയായി കൈകാര്യം ചെയ്യും. എൻ്റെ ഒരു സിസ്സിനെ പോലെ എനിക്കൊരു ഹായ് തരുമോ? നല്ല ഹാപ്പിയായ ഒരു ഡെലിവറി ആവട്ടെ, ദുആ ചെയ്യാം. ഹായ് റുഫൈസ. ഹായ്. നിങ്ങൾ തമ്മിൽ തീരെ പിണങ്ങാറില്ലേ? ആരാണ് ആദ്യം മിണ്ടുക? പിണങ്ങാറില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിണങ്ങുക അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ പിണങ്ങും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മിണ്ടാതിരിക്കുക, ഒരുപാട് ദിവസം മിണ്ടാതിരിക്കുക. ഒരു 10-15 മിനിറ്റ് നേരെ മിണ്ടാതിരിക്കാൻ കഴിയുള്ളൂ. ആരുടെ തെറ്റ് പറ്റിക്കുന്നില്ലത് അതെല്ലാം മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോയിട്ട് അന്നൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ ഒന്നും അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങള് രണ്ടാളും ഇത്രയും കാലമായില്ലേ ജീവിക്കണു. ഇപ്പൊ നമ്മുടെ കല്യാണം 25 വർഷം കഴിഞ്ഞു. അപ്പൊ ജീവിച്ചിപ്പോ ഈ ഒരു 4 വർഷമായിട്ട് ഇക്ക നാട്ടില് കൂടെ ഉള്ള കാരണം ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ഒന്നായി. ഇപ്പൊ ഇക്കാന്റെ ഇഷ്ടവും എന്റെ ഇഷ്ടവും ഞങ്ങളെ അഭിപ്രായങ്ങളും എല്ലാതും ഒന്നാണ്. അത് കാരണം അതിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. ഞങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ രണ്ടാളും മാത്രമല്ല ഷെഫ്കൂട്ടൻ, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഒന്നാണ്. അതുകൊണ്ടൊരു പ്രശ്നമില്ല. മുത്തു മോൾട്ടി എന്ന് പറഞ്ഞൊരു ഹായ് തരുവാ. മുത്തു മോൾട്ടി ഹായ്. വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ്, ഒരു ഹായ് തരൂ. ഹായ് സൗദ. ഹായ്. കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രസവിച്ച് കുട്ടിയൊക്കെ ആയിട്ട് വരുള്ളൂ. ഞങ്ങൾ തിരൂർക്ക് പോകുമ്പോൾ തിരൂർ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് വരും. എല്ലാം അറിയാം. എന്നാലും ഒരു ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അഭിമാനം തോന്നിയ നിമിഷം? എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നിയ നിമിഷം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വന്നിട്ട് അങ്ങനല്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു അഭിമാനം അങ്ങനെയല്ല. ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ ഇതിനെ പറ്റിയിട്ട്. ഞാൻ പറയാറും ചിന്തിക്കാറും ഒക്കെ ഉള്ള കാര്യം. ഇപ്പം ഞാനൊരു ഒരു 10ാം ക്ലാസ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇനിയും പഠിക്കണം നല്ല ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായതിന്. വലിയ പഠിപ്പുള്ള ആളൊന്നുമല്ല. അപ്പോൾ വാപ്പ +1 +2 ഒക്കെ വന്ന കാരണം പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴത്തേക്ക് ഇക്കാക്ക് ഇന്നെ തന്നെ കെട്ടണം, കല്യാണം കഴിച്ചോളെ ഇന്നെ തന്നെ കെട്ടണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് എന്നെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ പഠിക്കാൻ പറ്റിയില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇങ്ങനെ പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്ര ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല. അപ്പോൾ ഇക്ക സമ്മതിച്ചു പഠിച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വാപ്പാക്ക് അത് അത്ര ഇഷ്ടമുണ്ടാവും കേട്ടോ. അന്നൊക്കെ കല്യാണം കഴിഞ്ഞ് പഠിക്കൽ ആയി വരുന്നുള്ളൂ. അപ്പോൾ ആ പരിഷ്കാരം എൻ്റെ വാപ്പാക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് സമ്മതിച്ചില്ല. പക്ഷെ അങ്ങനെ ആ 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു നാട്ടിലേക്കാണ് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഒതുങ്ങി കൂടി തളർന്നൊന്നും പോയിട്ടില്ല. ഞാൻ പുറത്തൊന്നും പോവാതെ തന്നെ തയ്യലും ഒക്കെ പഠിച്ച് എല്ലാ ഡ്രസ്സും അടിക്കാനും ഒക്കെ അറിയണ ഒരു കഴിവ് എനിക്ക് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ആ ഒരു കഴിവുള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എന്ന് വേണമെങ്കിൽ എന്നും എനിക്ക് ഇത് മുട്ടൂല. കാരണം ഒന്നല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടോ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഇതുണ്ടാക്കിയെടുത്തു. ഫേസ്ബുക്കോ വാട്സപ്പോ യൂട്യൂബോ ഒന്നുമില്ല നോക്കി പഠിക്കാൻ. ഇഷ്ടം കൊണ്ട് പഠിച്ചെടുത്തൊരു സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ 32ാമത്തെ വയസ്സിൽ എന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിപ്പിച്ചു അല്ലേ. അങ്ങനെ ഇൻറ്റീരിയർ ഡിസൈനിങ് 1.5 വർഷത്തെ കോഴ്സ് ഡിപ്ലോമ ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായി. പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യാനുള്ളതും ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞ് എങ്ങോട്ടും പോവാതെ ഒരു വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള യൂട്യൂബും കണ്ടുപിടിച്ച് അതിൽ കയറിപ്പറ്റി വരുമാനം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ വെറും ഒരു 10ാം ക്ലാസ്സുകാരിയായി ഈ ഒരു നാട്ടിൻപുറത്തേക്ക് കല്യാണം കഴിച്ച് അതിൽ എന്നെ പഠിപ്പിച്ചില്ല എനിക്ക് അല്ലെങ്കിൽ ഡോക്ടർ ആവായിരുന്നു എൻജിനീയർ ആവായിരുന്നു ഒന്നും പറഞ്ഞിരിക്കാതെ
എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് ലൈഫ് ഞാൻ വേസ്റ്റാക്കി അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ പഴയമാതിരി നല്ല കേട്ടോ, തൂതപ്പം നാട്ടുമ്പുറം നല്ല കേട്ടോ, ഇപ്പൊ കുറെയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു. ഇപ്പൊ തൂതൊക്കെ പുരോഗമിച്ചു പോകുന്നുണ്ടോ? അല്ല, എന്നാൽ വലിയൊരു അല്ല, അന്നത്തെ കാലത്താ പറയണത്, അന്നത്തെ 10-25 വർഷം മുമ്പത്തെ കാര്യമാണ്. ഞങ്ങളെ ജീവിതമാണെങ്കിൽ ഒക്കെ അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ തന്നെ ആക്കി എടുക്കാൻ പറ്റിയ ലൈഫ്, അതിൽ അഭിമാനമുണ്ട്. എൻ്റെ ആദ്യ പ്രസവം കഴിഞ്ഞ് 14 വർഷമായി. പിന്നീട് ഗർഭിണി ആയില്ല. PCOD, ഹോർമോൺ ഇംബാലൻസ്, മെൻസസ് കറക്റ്റും അല്ല. ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നീട് ഗർഭിണി ആകുന്നുമില്ല. നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തിരുന്നോ? അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയുമോ? എനിക്ക് വീണ്ടും ഉമ്മയാകാൻ ആഗ്രഹമുണ്ട്. വീണ്ടും ഉമ്മയാകാനൊരാഗ്രഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ആയി വന്നോളൂ. ഞാനിപ്പോൾ എൻ്റെ പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ല. എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ല. അപ്പം അതൊന്നും മാറാതെ അതിൻ്റെ മുകളിലാണ് എനിക്കിങ്ങനെ ഉണ്ടായത്. അപ്പോൾ പഠിച്ചോ വിചാരിച്ചു കഴിഞ്ഞാൽ പഠിച്ചോ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് നടക്കട്ടെ. എൻ്റെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഹാപ്പി ആയിരിക്കാൻ കഴിയുന്നത് എങ്ങനെ? ഹാപ്പി ആയിരിക്കാൻ കാരണം ഹാപ്പി അല്ലാത്ത കാര്യങ്ങളുണ്ടാകുമ്പോൾ നമുക്കും വിഷമം ഉണ്ടാവും. ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. വെറുതെ ഇങ്ങനെ ഇടങ്ങാറായിട്ട് എന്താ കാര്യം? ഇപ്പം സങ്കടങ്ങളുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് വീഡിയോ സമയത്ത് ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ തന്നെ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് വേറെ ആൾ നമ്മളെ പറ്റി വീഡിയോ ഇങ്ങനെ മോശമായിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോഴൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ തന്നെ ഞാൻ കരയും, ദിവസേന കരയുമായിരുന്നു. 2-3 ദിവസം കരഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഈ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന ടൈമില് പൊതുവെ പെണ്ണുങ്ങൾക്ക് ടെൻഷനും കയറുന്ന ടൈമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോസും കൂടി കണ്ടപ്പോ ആകെ മറ്റേതായി പോയിട്ട് ടെൻഷനായി പോയി. സങ്കടം പറഞ്ഞൊരു 2-3-4 ദിവസങ്ങളിരുന്നു അത് കേട്ടോ. അപ്പൊ നമ്മളെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിലോ നാട്ടിലുള്ളവരോ ഒന്നും നമ്മളെ കുറ്റം പറയുക അങ്ങനെയുള്ളതൊന്നും ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടിട്ടുണ്ട്. പാല് പതുങ്ങി എന്ന് പറയുന്നതല്ല, അങ്ങനെ ഒരു കുറ്റം പറയുന്ന ഒരാളോ ഒന്നും ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മളുടേതായൊരു, ഞാൻ ഈ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ കണ്ടുപിടിക്കുന്ന കാലത്തിൻ്റെ അപ്പുറത്ത് എൻ്റെ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇതുപോലെ എൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും അല്ലാത്ത ആളുകൾ ഇന്നെ അറിയണം. എനിക്ക് പ്രത്യേകിച്ച് കഴിവുണ്ടായിട്ടൊന്നുമല്ല, എനിക്കന്ന് അങ്ങനെ ഒരു ഇതായിരുന്നു. എല്ലാവരും അറിയപ്പെടുന്ന പണ്ടേ ആഗ്രഹിച്ചതും അത് പറഞ്ഞു നടക്കും ചെയ്തിരുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലെത്തി എനിക്ക് ഇതേപോലെ ഞാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരെ കിട്ടിയപ്പോൾ അത്രയും സന്തോഷത്തിലൊക്കെ പോകണതാട്ടോ. അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിൽ വന്ന് നമ്മൾ ഇത്തിരി മോശമായിട്ടൊരാൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു കുറ്റങ്ങളൊന്നും ആരും പറയാറില്ല. അപ്പം ഇത് പബ്ലിക്കായിട്ട് നമ്മളെ പറ്റി ഒരാൾ പറയുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവും. അങ്ങനെ സങ്കടങ്ങൾ വരുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാവും. പക്ഷെ പിന്നീട് നമ്മളത് ഉൾക്കൊള്ളും. ഓക്കെ, അത് ഓല കണ്ടന്റ് ആണ് അത്. ഓലത് അങ്ങനെ ചെയ്യട്ടെ, നമ്മൾ നമ്മളെ വഴിക്കട്ടെ. പിന്നെ ഞാൻ ആ ഭാഗം മെയിൻ ചെയ്യാറില്ല. ആദ്യം അത് കാണലും കമന്റ് വായിക്കലും സങ്കടപ്പെടലും ആയിരുന്നു കേട്ടോ. പിന്നെ ആ ഏരിയക്ക് പോവാലോ, ഓരെന്താ ചാവട്ടെ, അത് അവരുടെ രീതി. അതായത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് സങ്കടം. ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരാളൊരു സാധനം തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരാളെ എങ്ങോട്ടും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണം. അക്സെപ്റ്റ് ചെയ്യുക. തരാൻ പറ്റിയിട്ടുണ്ടാവില്ല, എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല, അന്ന പോലെ അവനും ചെയ്തോട്ടെ, അങ്ങനെ ഉൾക്കൊള്ളുക, അതുള്ളൂ കാര്യം. കോട്ടക്കൽ ഉമ്മ ചോദിക്കണത് എന്ത് ചോദിക്കാനും ദിവസം കാണുന്നതല്ല, സുഖമായിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ മതിയെന്ന്. തൂത പള്ളിയുടെ അടുത്താണ് വീട്. നിങ്ങളുടെ വീട്ടുപേര് എന്താണ്? ഞങ്ങളുടെ വീട്ടുപേര് പൊയ്യക്കൊടി. തൂത പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിന് കയറി വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരണം ഞങ്ങളെ വീട്ടിലേക്ക്. ഹായ് താത്ത, ഞാൻ 5 മാസം പ്രഗ്നന്റ് ആണ്. ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. നിങ്ങളെ നോക്കാറുണ്ട്, കാണാറില്ല. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് പറയുമോ എങ്ങനെ ഉണ്ട് അവിടെ എന്ന്? എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ അവിടുത്തെ? ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇൻഷാല്ല പറയുന്നുണ്ട് കേട്ടോ. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇപ്പം ഒന്ന് അഡ്മിറ്റ് ആവും കൂടി ചെയ്തപ്പോൾ നമുക്ക് അവരുമായിട്ട് കൂടുതൽ അടുപ്പായപ്പോഴേ, അതുപോലെ തന്നെ അമീന ഡോക്ടറാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ല ഹോസ്പിറ്റലിൽ എന്ന് പറയണത്. അത് ഞങ്ങള് അവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അവിടെ വരിക, അതുകൊണ്ടാണ് നമ്മളെ കാണാത്തത് കേട്ടോ. മാഷാ അല്ലാ, നിങ്ങളെ ഫാമിലി ഒരുപാട് ഇഷ്ടമാണ് എനിക്കും മക്കൾക്കും. മക്കളും എപ്പോഴും ചോദിക്കും കുഞ്ഞാവ് ഉണ്ടായോന്ന്. ഡെലിവറി കഴിഞ്ഞ ബേബിനെ ഞങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യോ, 40 ആവട്ടെ 90 ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും. നിങ്ങളെ റീൽസ് എഡിറ്റിംഗ് ആപ്പ് ഏതാണ്? ഞാൻ VN എഡിറ്ററിലാണ് എല്ലാതും എഡിറ്റ് ചെയ്യുക. ശ്വാസം പ്രസവിച്ച് കിടക്കുന്നത് എവിടെയാണ്? പ്രഗ്നൻസിയിൽ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? ബ്ലോഗ് സൂപ്പറാണ് കേട്ടോ. പ്രസവിച്ചെടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് ഇൻഷാ അല്ലാ തിരൂര് ലല്ലബിയിലാണ് കേട്ടോ.
അപ്പോൾ അവിടെ ഒരു 30 ദിവസം, അത് കഴിഞ്ഞ് ഒരു 10 ദിവസം പട്ടാമ്പി വീട്ടിൽ നിന്ന് കിടക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒക്കെ ഇക്കാൻ്റെ കീഴിൽ ഇവിടെ കിടക്കണം. അപ്പത്തിനൊക്കെ ഗൾഫിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ 90 കഴിയാതെ പോകരുത് എന്ന്. എൻ്റെ പൊന്നോ, ഈ ടൈമിലെങ്കിലും ഒന്ന് വെറുതെ ഇരുന്നൂടെയെന്ന്. ഈ ടൈമിൽ എന്തിനാ വെറുതെ ഇരിക്കണം? അതിൻ്റെ അടിയിൽ ആരോ കമൻറ്റ് ചെയ്തിരിക്കണം, അതിന് അവർ മാറാരോഗ്യമാണോ വെറുതെ ഇരിക്കാനെന്ന്. ഇതിപ്പോൾ എന്താ, അപ്പോൾ ഇതൊക്കെ ഒരു രസമല്ലേ? നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ല. അതപ്പോൾ എന്താ, എനിക്കിഷ്ടമുള്ള ഫാമിലി, നല്ല ഹസ്ബൻഡ് ആയിരുന്നു. പ്രഗ്നൻസി ടൈമിൽ എരിവുള്ളതാണോ മധുരമുള്ളതാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഏതായിരുന്നു ഇഷ്ടം? മധുരമുള്ളതാണോ കൂടുതൽ വെച്ചാൽ എരിവുള്ളതാണോ കൂടുതൽ വെച്ചാൽ എരിവാണ് കൂടുതൽ ഇഷ്ടം. എരിവ് എന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ മധുരം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതിൽ കമന്റിൽ വരും, ആൺകുട്ടി പെൺകുട്ടി വരും ചിലപ്പോൾ. മോന് ലവർ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അന്യ മതത്തിലുള്ള കുട്ടികളെ ഇഷ്ടപ്പെടുന്നത് ഇതില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലികൾ തമ്മിലുള്ള ഇതല്ലേ, ആ കുട്ടിയുടെ ഫാമിലിക്ക് ബുദ്ധിമുട്ട്, നമുക്ക് ഫാമിലിക്ക് ബുദ്ധിമുട്ട്, രണ്ടും ഒരേ ഫാമിലി ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പം അത് ഞാൻ എതിർക്കാറുണ്ട്. ഈ ഒരു പ്രായത്തിനിടയ്ക്ക് ഓരോ ലവറുകൾ മാറി മാറി വരും. അതിൽ 1-2 ഹിന്ദു കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ. ഏതും പ്രോത്സാഹിപ്പിക്കാറൊന്നുമില്ല. ലവ് മാരേജ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ അത് തട്ടിക്കയറി പോകാനൊന്നും പോകില്ല കേട്ടോ. നമുക്ക് അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. എനിക്ക് അതൊന്നും പറയാനും പറ്റൂല. അപ്പം അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം പോലെ, എങ്ങനെയാണെങ്കിലും ഇഷ്ടം പോലെ, അത്ര തന്നെ. നിങ്ങൾ കറക്റ്റ് ഫ്രം എവിടെ? ഞങ്ങൾ കറക്റ്റ് ഫ്രം പെരിന്തൽമണ്ണ തൂത. ഷെഫ്മോനെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പെണ്ണ് കണ്ടു വെച്ചിട്ടുണ്ടോ? ബാർബർ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിപ്പിക്കും എന്നുണ്ടോ? പെണ്ണ് കണ്ടു വെച്ചിട്ടൊന്നുമില്ല, ഓനായിട്ട് കണ്ടു വെക്കുന്നുണ്ട്, വിട്ടെടുത്തിരിക്കുകയാണ്. ബാർബർ ഫാമിലിയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും, ബാർബർ ഫാമിലി വേണ്ടാതൊക്കെ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഉണ്ടാവുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഈ ഒരു ഏജിൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ ഒരു ഏജിൽ പ്രഗ്നൻ്റ് ആയപ്പിനോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടോ, അല്ലാ ഇനി കുഴക്കോ ക്ഷീണോ കടക്കും ഇതാക്കും ആയിരിക്കും, പിന്നെ അതുപോലെ അബോർഷൻ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ അബോർഷനാവാൻ സാധ്യത ഉണ്ടെന്നും, അതുപോലെ കുട്ടിക്ക് വൈകല്യം ഉണ്ടാവും എന്നുള്ളതും ഒക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ അങ്ങനെയുള്ള ഒരു കേടും ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. 17ാമത്തെ വയസ്സിൽ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പോലും എനിക്ക് ഈ 41 വയസ്സിൽ ഉണ്ടായിട്ടില്ല. പിന്നല്ലാതായിരുന്നു ബോബുവിന്റെ രോമങ്ങളൊക്കെ വയറ്റിലേക്ക് ചെന്നാൽ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ. അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. നിങ്ങളൊക്കെ അല്ലേ പ്രാർത്ഥനയോടെ ഞങ്ങളെ കൂടെ അല്ലേ? എനിക്കൊരു ചോദ്യമല്ല, പ്രാർത്ഥനയാണ്. അള്ളാഹു ഒരു കുഴപ്പമില്ല, തടി സലാമത്താക്കി തരട്ടെ. ആമീൻ. മുമ്പ് സാരിയൊക്കെ എടുത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണെന്ന്? മുമ്പ് സാരിയൊക്കെ എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാനുള്ള കാരണം എന്താണെന്ന് അതെന്താണെന്നറിയോ? ഞാൻ എൻ്റെ ഒരു 18ാമത്തെ വയസ്സിൽ നിന്നൊരു 25-26 വയസ്സ് വരെയും സാരി കെട്ടിയിരുന്നു. അന്ന് നല്ല തടിയായിരുന്നു. ഒക്കെ ഗൾഫിൽ പോയതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് തടി വെച്ചു. തടി വെക്കാൻ വേണ്ടി പല കുറുക്കുബുദ്ധിയും ചെയ്തിട്ടാണ് തടി വെച്ചത് കേട്ടോ. ഈ തടിക്ക് നമ്മളൊരു ചുരിദാർ ഇടുമ്പോൾ ഒരു സാധാരണ ആവും. പക്ഷെ സാരിയൊക്കെ ആകുമ്പോൾ സാരിക്ക് വില കുറവാണ്. ഈ തടിയിലേക്ക് സാരി വേഗം കിട്ടും ചെയ്യും, സെലക്ട് ചെയ്താൽ കിട്ടും ചെയ്യും. സാരി എടുക്കുന്ന ഇക്കാക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഗൾഫിലേക്ക് വരുമ്പോ ഞാൻ സാരി എടുത്തിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ സാരി എടുത്തിട്ടാണ് ഗൾഫിലേക്ക് വരെ പോയിരുന്നത് കേട്ടോ. പക്ഷെ അവിടെ പോയപ്പോ പിന്നെ സാരി അധികം ഇടൂലല്ലോ, അവിടെ അധികം സാരി ഇടുന്നില്ല. പിന്നെ അപ്പൊ അവിടെ നിന്ന് അറബി പെണ്ണുങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് തയ്ക്കാൻ തുടങ്ങിയപ്പം അവർ ഇതേപോലെ ഫുൾ സ്ലീവ് ഉള്ള ഫുൾ ഡ്രസ്സുകളാണല്ലോ. അത് വീട്ടിലിടാനുള്ളതാണെങ്കിൽ കോട്ടൺ, പുറത്തേക്കിടാനുള്ളതാണെങ്കിൽ അതിൻ്റെ ഷിഫോണ്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് തയ്ച്ചു കൊടുത്തിട്ടും അതുപോലെ അവരെനിക്ക് അവരുടെ ഡ്രസ്സുകൾ തരും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടും എനിക്കത് ശീലമായിട്ടോ. പിന്നെ അങ്ങനെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ 75 കിലോനെങ്ങാണ്ടുണ്ടായിരുന്നു, അത് 60 കിലോ ആക്കി കുറച്ച് 15 കിലോ കുറച്ച് ഞാൻ മെലിഞ്ഞിട്ട് ഈ ഡ്രസ്സ് ഇടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ടോട്ടൽ എനിക്കൊരു ചേഞ്ച് വന്നത് കേട്ടോ. അല്ലാതെ പ്രായം കുറക്കണം, ഇത് ഈ ഡ്രസ്സ് ഇട്ടാൽ പ്രായം കുറയും, സാരി ഇട്ടാൽ പ്രായം കൂടും, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നതാ അല്ലേ. ഇപ്പൊ ഇക്കാക്ക് സാരി എടുക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മുമ്പ് സാരി എടുത്തിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോവാന്ന് വെച്ചാൽ സാരിയൊക്കെ എടുത്ത് പോയിട്ടോ. വണ്ടിയിൽ നിന്ന് പോലും ഞാൻ ഇറങ്ങിയില്ല. ഇപ്പം എന്തൊക്കെ കംഫർട്ട് ആവണില്ല. അത് നമുക്ക് ഏതൊരാൾക്കും അങ്ങനെ തന്നെ. അബായ ഇടുന്ന ആൾക്ക് മറ്റുള്ള ഡ്രസ്സ് സ്യൂട്ട് ആവില്ല. അവർക്ക് അതിട്ടാലും സ്വൈരക്കേടാക്കാൻ അബായ തന്നെ വേണം. അതേപോലെ ചുരിദാർ ഇടുന്നവർക്കും സാരി ഇടുന്നവർക്കും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. എന്നപോലെ എനിക്ക് വേറെ ഏത് ഡ്രസ്സ് ഇട്ടാലും ഒരു കംഫർട്ടുള്ള ഈ ഫുൾ ലെങ്ത്തുള്ള ഡ്രസ്സ് ഇടണം. നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങൾ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഞാൻ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമില്ല, അതുകൊണ്ടാണ് അത്ര ഇഷ്ടം. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഓക്കെയാണ്. പെർഫെക്റ്റ് ഓക്കെയാണ്. നമുക്ക് എന്തോരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തൊരു വിഷമോ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഇക്കാനോടാണ് പറഞ്ഞാൽ, ഇപ്പം ഇനിയിപ്പോൾ ഒരു കണക്കാണെങ്കിൽ പോലും അത് ഇക്കാനോടാണ് പറയുക ചെയ്യുക. അപ്പോൾ അത് സോൾവ് ചെയ്ത് തരും.
ഇത്താക്ക് സി സെക്ഷൻ പറഞ്ഞിട്ടുണ്ടോ, സി സെക്ഷൻ ആണെങ്കിൽ ഡെലിവറി നിർത്തുമോ? സി സെക്ഷൻ പറഞ്ഞിട്ടില്ല, നോർമൽ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയൂല. സി സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ പ്രസവം നിർത്തുക എന്നുള്ളത് സുഖമാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഒരു ഡെലിവറിക്ക് ഇതിനൊന്നും സമയമൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇപ്പം അടുത്തൊക്കെ പറഞ്ഞു പ്രസവത്തിൻ്റെ എന്തൊക്കെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏത് നിർത്തണം കേട്ടോ, ഇപ്രാവശ്യം ഇനി വേണ്ടട്ടോ അങ്ങനെ പറയണ്ടായിരുന്നു. ഇക്കാക്ക് ഭയങ്കര ടെൻഷനായിട്ട്. പീരീഡ്സ് മിസ്സായി എത്ര ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തത്? സാധാരണ ഞാൻ പറഞ്ഞില്ല, ഒരു 5-6 മാസം കഴിഞ്ഞിട്ടൊക്കെ പീരീഡ്സ് തെറ്റാറുണ്ട്. ഇത് ഞാനൊരു 1.5 മാസം ആയപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഇത് തോന്നി, ഡൗട്ട് തോന്നി ചെക്ക് ചെയ്യുകയും ചെയ്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചോദ്യമല്ല, റിക്വസ്റ്റാണ്. നിങ്ങൾ ബേബിനെ കാണാൻ കാത്തിരിക്കുന്ന പോലെ ഞങ്ങളും കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിലേറെയാണ്. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞാൽ പിന്നെയും ഞങ്ങളെ കാത്തിരിപ്പിക്കരുതില്ല. ഞങ്ങൾക്ക് വന്ന് തന്നെ ബേബിനെ കാണിച്ചു തരുന്ന ഒരു അപേക്ഷയാണ്. ഹയറാക്കി തരട്ടെ, റാഹത്തിലാക്കട്ടെ. ഇൻഷാല്ലാ കാണിച്ചു കൊടുക്കാൻ പറ്റട്ടെ അല്ലേ നമുക്ക്. നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ബേബിനെ കാണിച്ചു തരും. എന്താണ് കമറുന്നീസ കുറുവത്തൂർ ചോദിച്ചേക്കാണ്, ഈ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് നിന്ന് കിട്ടിയിട്ടുള്ള ഹെഡ് ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെന്റ് എന്ന്. അതിപ്പോൾ ഹെഡ് ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ കാലുമ്പോൾ ക്രീമൊക്കെ തേച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ എനിക്ക് കുനിഞ്ഞ് നിന്ന് ക്രീം ഇടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇക്ക രാത്രി കാലുമ്പോൾ ക്രീമൊക്കെ തേച്ചിട്ട് കാലുമ്പോൾ സോക്സൊക്കെ ഇട്ട് തരും. സോക്സൊക്കെ ഇട്ട് തരും. അപ്പോൾ എനിക്ക് ഞാനൊരു കുട്ടികളെ പോലെ തോന്നും. അപ്പോൾ ഈ ഒരു 40-45 വയസ്സിലും ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് അപ്പോൾ എനിക്ക് ചില സമയത്ത് തന്നെ എനിക്കൊരു ഇത് തോന്നും കേട്ടോ, ഭയങ്കര സന്തോഷവും എന്തൊക്കെയോ തോന്നും. പിന്നെ ഓരോ കാര്യങ്ങൾക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു പഴയ ഫോട്ടോ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അതിൽ ഞാൻ പ്രഗ്നൻ്റ് അല്ലല്ലേ, വയറൊന്നുമില്ല, എനിക്ക് എന്നെ കാണുമ്പോൾ പാവം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇക്ക പറയുന്നുണ്ട്, എനിക്ക് ഫോട്ടോ കണ്ടപ്പോഴാണ് പാവം തോന്നുന്നത്, എനിക്ക് എന്നെ എപ്പോൾ കാണുമ്പോഴും പാവം തോന്നുന്നു. അപ്പോൾ ഇക്കാക്ക് അങ്ങനെ എന്നെ കാണുമ്പോൾ പാവാണെന്ന് കേട്ടപ്പോഴും അങ്ങനൊക്കെ ഓടിച്ചാടി നടന്നിരുന്ന ഒരാള് വയറൊക്കെ പാടായിട്ട് അങ്ങനെ ഇതൊക്കെ ആവുമ്പോ നമുക്കൊരു ഇതല്ലേ. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ പറയാനൊന്നുമില്ല എന്നർത്ഥം. പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. കല്യാണം കഴിഞ്ഞ് 15 വർഷമായി കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്കും ഇത്ത പ്രഗ്നന്റ് ആയത് മുതൽ സ്വന്തം സഹോദരിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്ന സന്തോഷം. ഇത്താൻ്റെ ചാനൽ തുടങ്ങിയ മുതലേ കൂടെ കൂടിയതുകൊണ്ട് ഒന്നും ചോദിക്കാനില്ല. എന്തായാലും റഫീനാക്കും ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ കഴിയട്ടെ. ഷെഫ് മോനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഇപ്പോഴും അത് ഷെഫ് കുട്ടനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ഭയങ്കര ഛർദിയായിരുന്നു, ഒന്നും കഴിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഇതിന് പിന്നെ അതും ഒന്നുമില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ എന്താണ് തോന്നിയത്? ഇക്കയും ഇത്തയും മറുപടി പറയണം. ഞാനിങ്ങനെ വൈക്കം ആയിരപ്പിക്ക് ശേഷം വന്നപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് കൊടുന്ന് ഞാനിത് എന്നത്തെ പോലെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് ഞാൻ നിന്നപ്പോൾ ഇങ്ങനെ അത് ഇങ്ങനെ ഒരു മങ്ങൽ, ഞാൻ ഇക്കാ പണിപാളി അങ്ങനെ. അപ്പോൾ ഇക്ക കളിയാക്കാതെ തന്നെ ഇക്ക വിചാരിച്ചു, ഇക്ക അവിടെ ഇരുന്നോടത്തിരിക്കുക. എന്നിട്ട് പിന്നെ ഇക്ക നീച്ചു വന്നപ്പോൾ ഇക്ക ഒരു അന്തം വിടല. ഇക്ക എന്താണ് എനിക്കിത് ബുദ്ധിമുട്ടാണോ, കുട്ടി വേണമെന്നുള്ളതൊക്കെ ആഗ്രഹമായിരിക്കും, പക്ഷെ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടാവോ, എന്താണ് ഇനി എന്താ ഇത് വേണ്ട, ഇന്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ചിട്ടില്ലേ അതാണ് സത്യം. ഇക്ക അന്തം വിട്ടിരിക്കുന്നു, എന്താ ചെയ്യാ. നമുക്കിപ്പോ കുട്ടി ഉണ്ടാകണത് നമുക്ക് ഇനിയിപ്പോ 1, 2, 3 കുട്ടി ഉണ്ടായാലും നമുക്ക് സന്തോഷം തന്നെയല്ലേ. പക്ഷെ അതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മള് ഈ ഒരു സമയത്ത് ഓൾക്ക് ഇപ്പൊ എന്തായിരിക്കും ഓളെ അവസ്ഥ എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോ നമുക്കൊരു ഇതായിരുന്നു, ഷോക്കായിരുന്നു. ഞാനും എന്താണെന്നൊന്നും അറിയാതെ ഞങ്ങൾ രണ്ടാളും പരസ്പരം അന്തം വിട്ട് സന്തോഷം തന്നെയായിരുന്നു, സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു. പിന്നെ എന്തോ അങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുന്നു. ഷെഫ് കൂട്ടൻ വന്ന് ഓനോട് പറഞ്ഞു. അപ്പോൾ ഓന് എന്താ സന്തോഷിക്കല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പിന്നെ ഇതിങ്ങനെ ഐസ് ഉരുകിയിട്ടൊക്കെ ഇങ്ങനെ പോയി ഞങ്ങൾ നോർമലിക്ക് എത്തിയത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നോർമലിക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ പറയൂലേ ഞാൻ പ്രഗ്നന്റ് ആയി, അല്ലെങ്കിൽ ഇക്ക പറയും എന്നാലും ഇപ്പൊ പ്രഗ്നന്റ്. ഞങ്ങൾ ഇടയ്ക്ക് ഞാൻ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം, ഏറ്റവും വലിയ സങ്കടകരമായ നിമിഷം എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വിശ്വസിക്കാനാവാത്തൊരു സംഭവം ഇതാണ് അല്ലേ. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന്? അതെന്താ കാരണം? ഞാൻ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം അല്ലേ, നല്ലൊരു ചോദ്യമാണ് ആ ചോദ്യം. അതിപ്പോ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ചാല് മെയിനായിട്ട് ഉള്ള സ്വഭാവം, അത് നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. സ്വഭാവം അത് ഞാൻ പറയട്ടോ. 10 ദിവസം പെണ്ണ് കണ്ടിട്ടാണ് നിങ്ങളെ കല്യാണം കഴിച്ചതെന്ന് പറയാം. അതായത് ഞാൻ കട വീട്ടിൽ 10 ദിവസം ഞങ്ങൾ വിരുന്ന് പാർത്തതിന് ശേഷമാണ് ഇക്കാക്കിനെ ഇഷ്ടപ്പെട്ട് പിന്നെ കല്യാണം കഴിക്കണം ഒറ്റക്കാലുമ്പോ നിന്നത്. അപ്പൊ ഞാൻ പറയാം 10 ദിവസം പെണ്ണ് കണ്ടിരിക്കണെന്ന് പറയും. ഇല്ല എന്താന്ന് വെച്ചാൽ എന്തൊരു കാര്യം നമ്മള് ചെയ്യുമ്പോഴും അതൊരു 100 പ്രാവശ്യം 10 പ്രാവശ്യം 20 വട്ടം ഒക്കെ ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് ചാടുള്ള ആള്. പെട്ടെന്ന് എല്ലായിടത്തും പോയി ചാടൂല. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം, നല്ല സ്വഭാവം. ആ സ്വഭാവത്തിന്മേലാണ് നമ്മള് ഇപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
അതാണ് സ്വഭാവ ഗുണം കൊണ്ട്. പിന്നെ മെയിനായിട്ട് എന്താന്ന് വെച്ചാല് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ കല്യാണം കഴിച്ചേക്കണത്, അല്ല ഞാൻ പ്രേമിച്ചിട്ടാണല്ലോ കല്യാണം കഴിച്ചേക്കണത്. അപ്പൊ അതിനിപ്പോ ഈ 10-25 വർഷമായിട്ട് അതങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണോ അതിന് കോട്ടം വരാൻ പാടില്ല. അതിന് മാറ്റ് കൂടിയിട്ടുള്ളൂ. ഇജ്ജ് പറയാം മാറ്റ് കൂടിക്കാ കുറഞ്ഞിക്കാന്ന് ഇജ്ജ് പറയാം. മാറ്റ് കൂടിക്കല്ലേ, മാറ്റ് കൂടിക്കാണ്. അപ്പൊ അതിന് ഇതുവരെ കുറവ് വന്നിട്ടില്ല കേട്ടോ. അത് കൂടിക്കും. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കും തോറും നമ്മള്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒന്നായി നിന്ന പോലെ ആണ് ഒന്നാവണം. അതൊരു ഭാഗ്യം. ഇക്കെ ഷെഫ്കൂട്ടിനെ വിളിക്കാൻ പോയിക്കോട്ടെ. വയമുടിയൊക്കെ ചീവിയിട്ട് വയ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്. കുറേ കൂട്ടുകാരനോട് കാര്യം ചോദിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാണ്. കുറേ ചോദ്യമുണ്ട്. എനിക്ക് ലവർ ഉണ്ടോ, ഏതാണ് ലവർ, എനിക്ക് വയസ്സ് എത്ര, എൻ്റെ കല്യാണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് ലവർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ലവറൊക്കെ ഉണ്ടോ, എപ്പോഴും ഒരു താങ്ങും തള്ളായിട്ടൊരു ലവർ വേണം. അപ്പൊ ഇപ്പൊ ലവർ ഉണ്ട് എന്ന് പറഞ്ഞാ ഉള്ള ആള് പിണങ്ങൂലേ? പൊളിങ്ങാച്ചേരി. എന്നാണ് എന്റെ കല്യാണം എന്ന് ചോദിക്കണത്. അവനിക്കിപ്പോ 24 വയസ്സായി. ഞാൻ വളരെ നേരത്തെ കല്യാണം കഴിച്ച് ഇതാവണം എന്നൊക്കെ വിചാരിച്ച ആളാണ്. പപ്പന്റെയും അമ്മന്റെയും പോലെ നേരത്തെ സെറ്റിലായി വേഗം കുട്ടികളാവണം, ഞങ്ങളെ പോലെ ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ അപ്പത്തിനും അമ്മ പ്രഗ്നന്റ് ആയി. പിന്നെ സത്യത്തിൽ അങ്ങനെയുണ്ടോ? ഞങ്ങൾ കല്യാണത്തിനെ കുറിച്ചിട്ടും കല്യാണം ഞാൻ എപ്പോഴും പന്തലിടുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ പറയുമായിരുന്നു. പന്തലിടുന്ന എത്ര ആൾക്കാരെ വിളിക്കണം, എങ്ങനെയൊക്കെ വിളിക്കണം, സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കണം, അങ്ങനെയൊക്കെ പലതും കല്യാണത്തിന്റെ കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. പിന്നെയാണ് ഇപ്പൊ കല്യാണത്തിന്റെ യാതൊരു കൂട്ടവും പറയാറില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ ഓനെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുട്ടിയൊക്കെ ഉണ്ടാവണം, അപ്പൊ നമ്മളെ ലൈഫൊക്കെ മാറണത് അങ്ങനെയെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ലൈഫ് ഇങ്ങനെയാണ് മാറണത്. കല്യാണം ഇനി ഒരു 2-3-4 വർഷം കൂടി ഉണ്ട്. നമ്മളെ ആൾക്കൊരു 4 വർഷം കൂടി കാത്തിക്കാന്നൊക്കെ പറയണേ. അങ്ങനെ കുറെ ആൾക്കാർ വന്നു പോയിക്കിട്ടോ, വേറെ കാര്യം അല്ല. ഇപ്പൊ നമ്മള് സീരിയസ് ആണ്. നമ്മൾ പ്രഗ്നന്റ് ആയതോടുകൂടി പിന്നെ ഞങ്ങള് കല്യാണത്തിന്റെ യാതൊരു കൂട്ടവും പറയാറില്ല. പറയാ കല്യാണം അതിന് ഇപ്പൊ കല്യാണം കഴിച്ചപ്പോ കുട്ടിയല്ലേ ഇപ്പൊ മെയിൻ ആയിട്ട് വേണ്ട. കുട്ടി ഇപ്പൊ ഇജ്ജ് പ്രസവിച്ച് കഴിഞ്ഞപ്പോ കുട്ടിയായില്ല. ഇപ്പൊ എനിക്ക് പ്രധാനം. അപ്പോൾ നമുക്കൊരു താങ്ങുന്നതല്ല. ഒരു കുഞ്ഞാവ് വരണം, കുട്ടിനെ കൊഞ്ചിക്കണം. ഞാൻ പറയേ കല്യാണത്തിനൊക്കെ എന്താ എനിക്കൊക്കെ ഇതാവുള്ളതാണ്. അപ്പൊ എനിക്ക് കുട്ടിയൊക്കെ ഒന്ന് വലുതാവണം എന്നിട്ടുള്ളൂ ഇനി കല്യാണം എന്നൊക്കെ പറയും. കുഞ്ഞ കുട്ടിയൊക്കെ 25 വയസ്സൊക്കെ ആയ കല്യാണം കഴിക്കണം പൂതി വെച്ച് നടക്കുകയായിരുന്നു ഞങ്ങളും. ഇപ്പൊ എന്തായാലും ഇപ്പൊ അതിപ്പോ കുറച്ചുകൂടി നീണ്ടു, നല്ലോണം നീണ്ടു. അല്ലപ്പോ ആഗ്രഹമല്ലോ കേട്ടോ കല്യാണം കഴിക്കാൻ. ഇപ്പൊ ഞങ്ങള് കുട്ടിയൊക്കെ വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഇതിലാണല്ലേ. ഒരു 4 വർഷം 5 വർഷം ബാക്കിലേക്കാണ് പോയി. ഞാൻ ആദ്യമൊക്കെ അവിടെ എത്തിയിട്ട് വേണം. അപ്പൊ എന്താ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓനോടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ പോയി വന്നപ്പത്തിന് ഓനോട് തന്നെ ലവർ ഉണ്ടോന്ന് ആലോചിച്ചു. ലവർ ഉണ്ടെന്ന് തോന്നുന്നു തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. തരാന്നൊക്കെ ചോദിച്ചു. ഞാൻ സ്റ്റോറി ഒക്കെ ഇടലുള്ളതാ, എല്ലാവർക്കും അറിയാം. ഞാൻ അതിലൊന്നും പിന്നെ ഇടപെടാറില്ല കേട്ടോ. അത് വേണ്ട വേണം രണ്ടും നിൽക്കാറില്ല, രണ്ടും സപ്പോർട്ടും ചെയ്യാറില്ല. അത് വേണ്ട അങ്ങനെയുള്ള ഒന്നും പറയാം. അതൊക്കെ ഓൻ്റെ ഒരു ഇഷ്ടം പോലെ വിട്ടുകൊടുക്കാറാണ്. അടുത്ത ഇനി ബേബി വന്നിട്ടുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥിക്കുകൊണ്ടു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ അല്ല, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.